ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് വളരെ എളുപ്പത്തിൽ കറികളൊന്നും ഇല്ലാതെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, അത് 5 മിനിറ്റ് കൊണ്ടാണ് റെഡിയാക്കുന്നുള്ളത്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. എന്നാൽ ശരി, വേഗം വീഡിയോ കണ്ടു നോക്കാം. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചിരണ്ടി കൊടുക്കാം. അപ്പോൾ ഇതില്ലേൽ നിങ്ങൾക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. ഫുള്ളായിട്ട് ചിരണ്ടിയിട്ട് വരാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ നീരൊക്കെ ഇതിൽ തന്നെ ഇരുന്നോട്ട് കളയുന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ളത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെള്ളത്തിൻ്റെ തൈരാണെങ്കിൽ ഒരു 4 സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തൈര് ചേർത്ത് കൊടുത്താലില്ലേ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിപ്പോത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കണം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് ചെറിയൊരു കഷ്ണം തക്കാളി ഇതേപോലെ മീഡിയം സൈസിലൊന്ന്, അധികം കുഞ്ഞു കുഞ്ഞു ആക്കാതെ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അത് കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു തക്കാളി ഉണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ എരിവിനായിട്ട് ഇപ്പോൾ ഈ പച്ചമുളക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് നല്ല ജീരകം, അത് 1 ടീസ്പൂൺ വരെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് മിക്സാക്കി കൊടുക്കുക. 1/4 ടീസ്പൂണ് കളറിന് വേണ്ടിയിട്ട് മഞ്ഞളും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയിലാണ് ഇതിരിക്കുന്നുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മെയിനായിട്ട് 1 കപ്പ് റവ. അത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി നോക്കാം. ഈ സമയം നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നത്. ടോട്ടലി 1.5 കപ്പ് വെള്ളം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മല്ലിയില അതും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ റവയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വരും. അതിൻ്റെ പേരിലാണ് ടൈം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക. ടൈം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഒറ്റയടിക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും ഇല്ലാത്തൊരു പലഹാരം കൂടിയാണ്. പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഓയിൽ നല്ലോണം ചൂടായിട്ട് വരണം. 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. ഇതൊന്ന് പൊട്ടി വരണം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇത് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം കുറച്ച് ചതച്ച മുളക് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൊക്കെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീരിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു പ്ലേറ്റിലിട്ടിട്ട് വേണം ഒന്ന് തിരിച്ചിട്ട് ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. ചെറു തീരന്നെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇല്ല അകവശം വെന്ത് വരില്ല. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കറികളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ ചാനലിൽ ഒത്തിരി ഉണ്ട്. പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ.